നമസ്കാരം. ദൃശ്യവാർത്തകളിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരും. മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലും മലയോര മേഖലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മഴയ്ക്കൊപ്പം മണിക്കൂറിൽ പരമാവധി 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. കടലിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കുണ്ട്. കണ്ണൂർ, കാസർഗോഡ്, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. കടുത്തുരുത്തി പൂഴിക്കോൽ സെന്റ് മർത്താസ് LP UP സ്കൂളിന് സമീപമുള്ള റോഡിൽ പുരയിടത്തിൽ നിൽക്കുന്ന 50 അടിയോളം പൊക്കമുള്ള ആഞ്ഞിലിമരം അപകട ഭീഷണി സൃഷ്ടിക്കുന്നു. വലിയ ആഞ്ഞിലിമരം ഇടിവെട്ടി ഉണങ്ങി ഏത് നിമിഷവും താഴെ വീഴാവുന്ന രീതിയിലാണെന്ന് ചൂണ്ടിക്കാട്ടി ടോമി ചെമ്പനിയിൽ മുളക്കുളം പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും വെട്ടിമാറ്റാൻ തയ്യാറാകുന്നില്ല എന്നാണ് ആരോപണം. ഉടമ സ്ഥലത്തില്ലാത്തതിനാൽ വെട്ടിമാറ്റിയാൽ പഞ്ചായത്ത് സെക്രട്ടറി സമാധാനം പറയേണ്ടി വരുമെന്നാണ് മറുപടിയെന്നും അയൽവാസികൾ പറയുന്നു. അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ ഉടമസ്ഥർ തന്നെ വെട്ടിമാറ്റാനും അല്ലാത്തപക്ഷമുണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് സ്ഥലം ഉടമയിൽ നിന്ന് നഷ്ടപരിഹാരം പഞ്ചായത്ത് വാങ്ങണമെന്ന് സർക്കാർ നിർദ്ദേശം കൊടുത്തിട്ടും വെട്ടിമാറ്റാൻ എന്താണ് ഇവർക്ക് മടിയെന്നും സമീപവാസികൾ ചോദിക്കുന്നു. സ്കൂൾ കുട്ടികളടക്കം നിരവധി യാത്രക്കാരാണ് ഇതുവഴി കടന്നുപോകുന്നത്. ഇവിടെ അപകടകരമായിട്ടൊരു ആഞ്ഞിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 90-95 ഇഞ്ച് വണ്ണമുള്ളൊരു ആഞ്ഞിലി, അത് ഇടിവെട്ടിതാൻ തോന്നുന്നു ഉണങ്ങി നിൽക്കുകയാണ്. ഞാൻ പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തു. അതിൻ്റെ വസ്തുവിൻ്റെ ഉടയക്കാരൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പഞ്ചായത്തുകാർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ടാണ് അവർ, അതിനുള്ള അവകാശം ഇല്ലെന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഇതിനോട് ചേർന്നാണ് ഈ ലൈൻ കമ്പി പോകുന്നത്. ഈ 3:30-3:45 ആകുമ്പം പാലും വണ്ടി വരുമ്പോഴത്തേന് പിന്നെ LP സ്കൂൾ, UP സ്കൂൾ, ഈ സ്കൂളിലേക്കുള്ള കുട്ടികളും ഈ റൂട്ടിലൂടെ പോകുന്നു. അതിനേക്കാളും അത് 2 വീട് തൊട്ടപ്പുറം ഇപ്പുറമുണ്ട്. ആ വീടുകൾക്കും ഇത് അപകട ഭീഷണി. അതുകൊണ്ട് എന്തെങ്കിലും ഒരു നടപടി, ഇത് വെട്ടിമാറ്റുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതായത് പല പ്രാവശ്യം ജെസിനമ്മയുടെ അടുത്ത് ചെന്നപ്പം സെക്രട്ടറിയെ വിളിച്ചുകൊണ്ട് വന്ന മരം വെട്ടാൻ വേണ്ടി ആളെ വിളിച്ചുകൊണ്ട് വന്നോളാൻ പറഞ്ഞു. അതിന് വരെ ഉടമ്പടി പറഞ്ഞു നിർത്തുക, പഠിക്കുകയും ഞങ്ങൾ കൊടുത്തോളാമെന്നും പറഞ്ഞു. അത് കഴിഞ്ഞ് ഇതുവരെ ഒന്നും ആൾ വന്നുമില്ല, ഒന്നും നടക്കണമില്ല. അതേ ഉള്ളൂ. ദൃശ്യ ന്യൂസ് വൈക്കം. ശക്തമായ മഴയിലും കാറ്റിലും മൂവാറ്റുപുഴ അടൂപറമ്പിൽ മരം വീണ് വീട് തകർന്നു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ആവോലി പഞ്ചായത്ത് 4-ാം വാർഡിൽ കമ്പനിപ്പടിയിൽ കോരപ്പിള്ളിൽ ഉമ്മർ വാടകയ്ക്ക് നൽകിയിരിക്കുന്ന വീടിൻ്റെ മുകളിലേക്കാണ് 2 തേക്കും 1 തെങ്ങും കടപുഴകി വീണത്. മരം വീണതിനെ തുടർന്ന് വീടിൻ്റെ 2 മുറിയും അടുക്കളയും തകർന്നു. അപകട സമയം വാടകക്കാരായ സുനിലിൻ്റെ 2 മക്കൾ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. മരം വീഴുന്നത് കണ്ട് ഇവർ ഓടി മാറിയതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. സുനിലും കുടുംബവും തകർന്ന വീടിൻ്റെ 1 മുറിയിലാണ് ഇപ്പോഴും താമസിക്കുന്നത്. മരം വീണതിനെ തുടർന്ന് ആവോലി പഞ്ചായത്തിലും മൂവാറ്റുപുഴ വില്ലേജിലും പരാതി നൽകിയിരിക്കുകയാണ് ഉമ്മർ. ഇന്നലെ ഉണ്ടായ കാറ്റിലും മഴയിലും സംഭവിച്ചതാണിതെല്ലാം. കാറ്റത്ത് മരം വീണ്, തേക്ക് വീണ് ഈ വീട് മൊത്തം തകരുകയും ഞങ്ങളുടെ സാധനങ്ങളെല്ലാം നഷ്ടപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഉച്ചയ്ക്കുണ്ടായ നല്ല ശക്തമായ കാറ്റിലാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെ പിള്ളേർ 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ 2 പേരും പണിക്ക് പോയതായിരുന്നു. മക്കൾ 2 പേരും ഉണ്ടായിരുന്നുള്ളൂ. അവർ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. നഷ്ടപ്പെട്ട് ഫ്രിഡ്ജ് നനഞ്ഞു പോയിട്ടുണ്ട്, TV നശിച്ചിട്ടുണ്ട്, പിന്നെ ഇവിടെ കട്ടില്, ബെഡ് എല്ലാം നശിച്ചു പോവുകയാണ് ഉണ്ടായത്. ആരോഗ്യ കർക്കടക ദിനത്തോടനുബന്ധിച്ച് കുടുംബശ്രീ ജില്ലാ മിഷൻ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിലാഷ് K. ദിവാകർ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ പ്രകാശ് B. നായർ സ്വാഗതം പറഞ്ഞു. കർക്കടകത്തിൻ്റെ പ്രാധാന്യം, ആരോഗ്യ സംരക്ഷണം, മഴക്കാല രോഗങ്ങൾ, രോഗപ്രതിരോധം തുടങ്ങിയ വിഷയങ്ങളിൽ ഡോക്ടർ ലക്ഷ്മി വർമ്മ, ആയുഷ് ഗ്രാമം പ്രോജക്റ്റ് സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ, ദേശീയ ആയുഷ് മിഷൻ ക്ലാസ് എടുത്തു. വീടുകളിൽ സന്ദർശിച്ച് ജീവിതശൈലി രോഗനിർണയം നടത്തുന്ന സാന്ത്വനം ആരോഗ്യ പ്രവർത്തകർക്കുള്ള മെഡിക്കൽ കിറ്റ് വിതരണം, രോഗികളും വയോജനങ്ങളും എന്നിവരെ പരിചരിക്കുന്ന K4 കെയർ പ്രവർത്തകർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം എന്നിവയും നടന്നു. കമ്മ്യൂണിറ്റി കൗൺസിലേഴ്സ്, ബ്ലോക്ക് കോർഡിനേറ്റേഴ്സ്, സാന്ത്വനം പ്രവർത്തകർ,
K4 കെയർ പ്രവർത്തകർ, ജില്ലാ മിഷൻ സ്റ്റാഫുകൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PR അനുപമ ആശംസകൾ അറിയിച്ചു. ജെൻഡർ DPM ഉഷാദേവി ES നന്ദി പറഞ്ഞു. ഇടത് സർക്കാർ നയങ്ങൾ പൊതുവിദ്യാഭ്യാസത്തെ തകർക്കുന്നുവെന്ന് തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ K. ദീപക്. KPSTA ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇടുക്കി വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസിന് മുൻപിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുഴുവൻ അധ്യാപകർക്കും നിയമനാംഗീകാരം നൽകുക, നിഷേധിച്ച ആനുകൂല്യങ്ങളും ശമ്പള പരിഷ്കരണവും ഉടൻ ലഭ്യമാക്കുക, പങ്കാളിത്ത പെൻഷൻ ഒഴിവാക്കി സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക, അശാസ്ത്രീയമായ സമയമാറ്റം പിൻവലിക്കുക, ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പിൻവലിക്കുക, എല്ലാ വിദ്യാലയങ്ങളിലും കായിക അധ്യാപകരെ നിയമിക്കുക, ദിവസ വേതനക്കാരുടെ വേതനം തടയുന്ന സർക്കാരിൻ്റെ വിവാദ സർക്കുലർ പിൻവലിക്കുക, സർവീസിലുള്ള മുഴുവൻ അധ്യാപകരെയും കേട്ടറ്റ് യോഗ്യതയിൽ നിന്ന് ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ധർണ. ആ സമരങ്ങളിലെല്ലാം പങ്കെടുക്കുന്നത് മറ്റ് ഇതര വിഭാഗത്തിൽപ്പെട്ട ജീവനക്കാരായിരിക്കും ഏറ്റവും അധികം സമരരംഗത്ത് വരുന്നത്. നിരവധിയായ ആവശ്യങ്ങളും അതുപോലെ അവരുടെ നിർദ്ദേശങ്ങളും ഒക്കെ നൽകി പലപ്പോഴും അധികം സമരരംഗത്തേക്ക് വരാതെ അവരുടെ കർമ്മമണ്ഡലമായ ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിനും അല്ലെങ്കിൽ ആ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ആ ഒരു ചിന്തയും ഒക്കെ മുൻനിർത്തി കൂടുതൽ സമരത്തിൽ പങ്കെടുക്കാതെ ഒരു മാതൃകയായി നിലകൊള്ളുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ അധ്യാപകർ. പക്ഷെ അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്കറിയാം ഏറ്റവും അധികം അവതരിക്കപ്പെടുന്നതും നമ്മുടെ ഈ അധ്യാപക വിഭാഗമാണ് എന്ന സത്യം നമുക്ക് വിസ്മരിക്കാൻ സാധിക്കുകയില്ല. കാരണം നമുക്കറിയാം കഴിഞ്ഞ UDF-ന്റെ ഭരണകാലത്ത് കേരളത്തിലെമ്പാടും സമര കോലാഹലങ്ങൾ നടത്തിക്കൊണ്ട് NGO യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള സമരങ്ങൾ ഞാനും നിങ്ങളും ഒക്കെ കണ്ടിട്ടുള്ളതാണ്. അന്ന് അവരുന്നയിക്കുന്ന ആവശ്യങ്ങൾ എന്തായിരുന്നു? ജീവനക്കാരുടെ ന്യായമായ ആവശ്യങ്ങളോ അല്ലെങ്കിൽ അവർക്ക് നേടിയെടുക്കേണ്ട ആനുകൂല്യങ്ങളെ കുറിച്ച് സമരം ചെയ്യുന്നതിന് പകരം ഒരു സർക്കാരിനെതിരെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഒരു ഭാഗമായി മാത്രം എന്തുകൊണ്ട് ഇവിടെ സമരം നടത്തുന്ന ഒരു സംഘടനയാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. ജില്ലാ പ്രസിഡന്റ് ജോബിൻ കളത്തിക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി PM നാസർ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ ബിജോയ് മാത്യു, ജോർജ് ജേക്കബ്, VK ആറ്റ്ലി, ജില്ലാ സെക്രട്ടറി സുനിൽ T. തോമസ്, ജില്ലാ ട്രഷറർ ഷിൻഡോ ജോർജ്, ഭാരവാഹികളായ സജി മാത്യു, MV ജോർജ് കുട്ടി, സിനി ട്രീസ, രാജിമോൻ ഗോവിന്ദ്, CBK ജോർജ്, ദീപു ജോസ്, രതീഷ് VR, ലിജോമോൻ ജോർജ്, ബിജു ഐസക്, ജോസഫ് മാത്യു, രാജേഷ് ചൊവ്വര, റെജി ജോർജ് എന്നിവർ സംസാരിച്ചു. ദൃശ്യ ന്യൂസ് തൊടുപുഴ. തിരുമാറാടി മണ്ണത്തൂരിൽ നവീകരിച്ച ചിത്രകൂടാരം ആർട്ട് ഗാലറിയുടെയും ചിത്രകലാ ക്യാമ്പിൻ്റെയും ഉദ്ഘാടനം തിരുമാറാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്ധിമോൾ പ്രകാശ് നിർവഹിച്ചു. ഓയിൽ പെയിന്റിംഗ്, വാട്ടർ കളർ പെയിന്റിംഗ്, അക്രിലിക് പെയിന്റിംഗ്, മ്യൂറൽ പെയിന്റിംഗ് എന്നിവയിൽ ക്ലാസുകളും കളിമൺ ശില്പശാലയും ഉണ്ടായി. ആർട്ടിസ്റ്റ് ബേബി മണ്ണത്തൂരിൻ്റെ നേതൃത്വത്തിലാണ് ചിത്രകൂടാരം പ്രവർത്തിക്കുന്നത്. മണ്ണത്തൂർ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് തമ്പി ജോസഫ് അധ്യക്ഷത വഹിച്ചു. സിമാറ്റ് റിസോഴ്സ് പേഴ്സൺ NC വിജയകുമാർ മുഖ്യാതിഥിയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അനിത ബേബി, സാജു ജോൺ, ആർട്ടിസ്റ്റ് സാജു മണ്ണത്തൂർ, ഉഷാകുമാരി, NN ഗോപി, സംക്രമണം, തോമസ് രാമപുരം തുടങ്ങിയവർ പങ്കെടുത്തു. ഒപ്പം തന്നെ ഇവിടെ കേരളത്തിലെ പ്രശസ്തരായ പത്തനംതിട്ട ചിത്രകാരന്മാരുടെ ഒരു ചിത്രരചനയാണ്. അതും ജലഛായ ചിത്രരചന
അക്ലിങ്ങിലും ഓയിലും നമുക്ക് ചിത്രപരിചയത്തിൽ നമുക്ക് മാറ്റി വരില്ല. പക്ഷേ ജലചാചക്രത്തിന് ഹാപ്പി ആക്സിഡന്റ് ആണ്. ശ്രദ്ധാപൂർവ്വ രീതിയിൽ നമ്മൾ തുടങ്ങുന്ന ആ പ്രവൃത്തി ആ സൃഷ്ടി നഷ്ടപ്പെട്ടു പോയി. പിന്നീട് ചിത്രങ്ങളുടെ മനസ്സിൽ വേദനയുള്ളതാണ്. അതുകൊണ്ട് തന്നെ വളരെയേറെ സങ്കീർണമായ ഒരു പറയാറുണ്ട്. മണ്ണത്തൂരാണ് നമ്മുടെ പഞ്ചായത്തിലെ കലാകാരന്മാരുടെ ഒരു കേന്ദ്രമെന്ന് നമ്മളെപ്പോഴും വിശേഷിപ്പിക്കുന്നത്. ഏതൊരു മേഖലയിൽ അവരുടേതായ വ്യക്തിഗത വ്യക്തിത്വം ഒരുപാട് ആളുകൾ നമ്മുടെ മണ്ണത്തൂരുണ്ട്. ഞാൻ ആദ്യമായി ലേച്ചറിനെ കുറിച്ച് കേൾക്കുന്നത് അല്ലെങ്കിൽ അറിയുന്നത് പള്ളിപ്പുറത്തുള്ള മോളിച്ചേർന്ന ഇഷ്ടം കഴിയുമ്പോൾ അവിടെ ഒരു വിശുദ്ധേവന്റെ വളരെ മനോഹരമായൊരു ചിത്രം അവിടെ ഉണ്ട്. ഞാനിങ്ങനെ ചോദിച്ചു കാര്യം ചെയ്തതാണെന്ന് ചോദിച്ചു. ഒരു 5 വർഷം മുമ്പാണ് മണ്ണത്തൂരുള്ള പറയുന്ന ആളാണ് ചെയ്തത്. അതിനുശേഷമാണ് 2023 നമ്മൾ അസോസിയേഷൻ ഹാളിൽ ഞങ്ങളെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഒക്കെ ഉണ്ടായിരുന്നു. 2 വർഷങ്ങൾക്ക് മുമ്പ് ഉദ്ഘാടനം ചെയ്തതിന് ശേഷം അംഗീകരിച്ച ആൾക്കാരുടെ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ വക്കീലാവാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പഠിച്ചതുപോലെ തന്നെ നമ്മുടെ ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രം കേന്ദ്രീകരിക്കാതെ കുട്ടികളുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇവിടെ പല വിദ്യാർത്ഥികൾക്കിടയിൽ അല്ലെങ്കിൽ പല ഓരോരുത്തരും അവർ നോക്കിക്കാണുന്ന കലാവാസനകളുണ്ടാവും. പക്ഷെ അതൊക്കെ പരിപോഷിപ്പിക്കാൻ പറ്റുന്ന സാഹചര്യം പലപ്പോഴും നമുക്കുണ്ടാവാറില്ല. ക്യാപ്റ്റനോട് ചോദിച്ച് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് വേണ്ടി ഫ്രീ ആയിട്ട് ക്ലാസ് എടുത്ത് നൽകാൻ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ഒരു കഴിവ് മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കുന്നതിന് അദ്ദേഹം സന്നദ്ധനാണെന്ന് അറിയിച്ചു. അങ്ങനെ ഒരു മനസ്സിന് പ്രത്യേകമായി അവരുടെ അറിയിക്കുകയാണ്. വെളിപ്പെടുത്താൻ പല വഴികളാണ്. അത് വാക്കുകളിലൂടെയാകാം, ഭാഷണങ്ങളിലൂടെയൊക്കെ ആകാം. ഓരോ കുട്ടിക്കും തൻ്റെ ഹൃദയ ഭാഷ വെളിപ്പെടുത്തുന്നതിനുള്ള ഒരു തലമൊരുക്കുന്നത് തീർച്ചയായിട്ടും വർണ്ണക്കുട്ടികളിലൂടെ തന്നെയാണ്. താൻ കാണുന്നതിനെ എത്രമാത്രം നിശ്ചയദാർഢ്യത്തോടുകൂടി തന്നിലേക്ക് ഉൾക്കൊള്ളാനും ആ ഉൾക്കൊണ്ടതിനെ മറ്റ് ആളുകൾക്ക് സമൂഹത്തിനെ പ്രയോജനപ്പെടുത്താനും എളുപ്പത്തിൽ കഴിയുന്ന വഴി ഏതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, അത് മര തന്നെയാണ്. ആ മര, ആ ചിത്രങ്ങള്, വർണ്ണക്കൂട്ടുകൾ കുട്ടികളുടെ മനസ്സിലുണ്ടാക്കുന്ന വലിയ ഒരു പ്രതിബിംബമുണ്ട്. ആ മനസ്സിലെ പ്രതിബിംബം എന്ന് പറയുന്നത് താൻ കണ്ടതിനെ, താൻ ഓർമ്മിച്ചതിനെ, തൻ്റെ അനുഭവങ്ങളെ, തനിക്ക് ലഭിച്ചതിനെയൊക്കെ വിരൽത്തുമ്പുകളിലെ ഭാവനകൾ കൊണ്ട്. എനിക്കറിയാം, ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ധാരാളം പ്രതിഭകളുടെ ഒരു നാടാണ് മണ്ണത്തൂർ. അവിടെ വരക്കൂട്ടുകൾ കൊണ്ട് നിറച്ചാർത്തുകൾ ചാർത്തുന്ന ആ മധുര രസാനുഭവത്തെ പുതിയ തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കുമ്പോഴാണ് അവർ ഉത്തരവാദിത്തം നിർവഹിക്കുന്നവരായി മാറുന്നത്. അതുകൊണ്ടാണ് ഗ്രാമം സാജുവിനെയും ബേബിയെയും ഒക്കെ, അതുപോലെ തന്നെ ഈ വേദിയിലേക്ക്, ഈ കൂട്ടായ്മയിലേക്ക് എത്തിയിരിക്കുന്ന കലാകാരന്മാരെയൊക്കെ ചേർത്ത് വയ്ക്കുന്നത്. ആകാശത്ത് അപൂർവ പ്രതിഭാസം 2027 ഓഗസ്റ്റ് 2 അരങ്ങേറും. ഗ്രേറ്റ് നോർത്ത് ആഫ്രിക്കൻ എക്ലിപ്സ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ പൂർണ്ണ സൂര്യഗ്രഹണം ഏകദേശം 6 മിനിറ്റോളം നീണ്ടു നിൽക്കും. യൂറോപ്പ്, ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലൂടെ കടന്നുപോകുന്ന ഈ ഗ്രഹണപാത മൊറോക്കോ, ഈജിപ്ത്, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ പൂർണ്ണ ഇരുട്ട് പരത്തും. എന്നാൽ ഇന്ത്യക്ക് ഈ പൂർണ്ണഗ്രഹണം ദൃശ്യമാകില്ലെങ്കിലും ഭാഗിക സൂര്യഗ്രഹണത്തിന് സാക്ഷ്യം വഹിക്കാൻ നമുക്കും സാധിക്കും. പകലിനെ രാത്രിയാക്കി മാറ്റുന്ന ഒരു പൂർണ്ണ സൂര്യഗ്രഹണത്തിന് ഒരു പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ച് ലോകത്തെ നിമിഷങ്ങളോളം നിശ്ചലമാക്കുന്ന ആ ഒരവസ്ഥ. ഏതാനും മിനിറ്റുകൾ മാത്രം ദൈർഘ്യമുള്ള ഈ കാഴ്ചയിൽ ചന്ദ്രൻ സൂര്യനെ പൂർണ്ണമായി മറയ്ക്കുമ്പോൾ പക്ഷികൾ നിശബ്ദമാകുന്നു, വായു തണുക്കുന്നു, ആകാശം സന്ധ്യാസമയത്തേതുപോലെ ഇരുണ്ടുവരുന്നു. സൂര്യൻ്റെ പ്രകാശമുള്ള കൊറോണ ഒരു നേർത്ത പ്രകാശവലയം പോലെ കാണപ്പെടുന്നു. സാധാരണ നിലയിൽ അദൃശ്യമായ ബാഹ്യാന്തരീക്ഷം ഒരു പ്രകാശവലയമായി മാറുന്നു. ചന്ദ്രൻ ഭൂമിക്കും സൂര്യനുമിടയിൽ നേരിട്ട് കടന്നു പോകുമ്പോൾ അത് സൂര്യൻ്റെ ഉപരിതലത്തിൽ ഒരു നിഴൽ വീഴ്ത്തുന്നു. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യനെ ചന്ദ്രൻ പൂർണ്ണമായും മറച്ചതായി തോന്നുന്നു. ഈ ആകാശഗോളങ്ങളുടെ നൃത്തമാണ് പൂർണ്ണ സൂര്യഗ്രഹണത്തിലേക്ക് നയിക്കുന്നത്. 2027 ഓഗസ്റ്റ് 2
ലോകം അത്തരമൊരു അസാധാരണ സംഭവത്തിന് സാക്ഷ്യം വഹിക്കും. ഇത് ഒരു സാധാരണ ഗ്രഹണമല്ല. ഗ്രേറ്റ് നോർത്ത് ആഫ്രിക്കൻ എക്ലിപ്സ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഏകദേശം 6 മിനിറ്റോളം ഇത് നീണ്ടു നിൽക്കുമെന്നതിനാൽ ആധുനിക കാലത്തെ ഏറ്റവും ദൈർഘ്യമേറിയ സൂര്യഗ്രഹണങ്ങളിൽ ഒന്നായി ഇത് മാറും. ദശലക്ഷക്കണക്കിന് ആളുകൾ ചന്ദ്രൻ്റെ നിഴലിന് കീഴിലായിരിക്കും. പകൽ സമയത്ത് പൂർണ്ണ ഇരുട്ടനുഭവിക്കും. സമീപ വർഷങ്ങളിൽ ജ്യോതിശാസ്ത്രപരമായ സംഭവങ്ങളിൽ പൊതുജനങ്ങളുടെ ആകാംക്ഷ വർദ്ധിച്ചതോടെ ഓഗസ്റ്റ് 2, 2025 സൂര്യഗ്രഹണമുണ്ടോ എന്ന ചോദ്യം സോഷ്യൽ മീഡിയയിലും ആകാശ നിരീക്ഷകർക്കിടയിലും സജീവ ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട്. 2027 ഓഗസ്റ്റ് 2 നടക്കാനിരിക്കുന്ന വലിയ സൂര്യഗ്രഹണത്തിനായുള്ള ആഗോള താൽപ്പര്യം ഇതിന് പിന്നിലുണ്ട്. എന്നിരുന്നാലും 2025 സംബന്ധിച്ചിടത്തോളം ഓഗസ്റ്റ് 2 സൂര്യഗ്രഹണം ഉണ്ടാകില്ലെന്ന് ജ്യോതിശാസ്ത്രജ്ഞർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ ആശയക്കുഴപ്പം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ജ്യോതിശാസ്ത്ര കലണ്ടറുകളിൽ നിന്നോ തെറ്റായി ലേബൽ ചെയ്ത ഓൺലൈൻ ഇൻഫോഗ്രാഫിക്സിൽ നിന്നോ അല്ലെങ്കിൽ വർഷം തെറ്റിപ്പോയ ചില തെറ്റിദ്ധരിപ്പിക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ നിന്നോ ആകാം. 2025 ഓഗസ്റ്റ് 2 ഭൂമിയിൽ നിന്ന് ദൃശ്യമാകുന്ന ഒരു സൂര്യഗ്രഹണവുമില്ലെന്ന് ബഹിരാകാശ ഏജൻസികൾ ഉൾപ്പെടെയുള്ള ജ്യോതിശാസ്ത്രജ്ഞർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ ഗ്രഹണം യൂറോപ്പ്, ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലെ ചില ഭാഗങ്ങളിലൂടെ കടന്നുപോകും. ഏകദേശം 6 മിനിറ്റോളം പല നഗരങ്ങളെയും പൂർണ്ണ ഇരുട്ടിലാഴ്ത്തും. 2014 വരെ ഭൂമിയുടെ കരപ്രദേശത്തു നിന്നും ദൃശ്യമാകുന്ന ഏറ്റവും ദൈർഘ്യമേറിയ സൂര്യഗ്രഹണമായിരിക്കും ഇത്. നിർഭാഗ്യവശാൽ ഇന്ത്യ പൂർണ്ണ ഗ്രഹണത്തിൻ്റെ പാതയിൽ ഉൾപ്പെടുന്നില്ല. എന്നിരുന്നാലും ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത, തിരുവനന്തപുരം ഉൾപ്പെടെ ഇന്ത്യയിലെ മിക്ക നഗരങ്ങളിലും ഭാഗിക സൂര്യഗ്രഹണം ദൃശ്യമാകും. തെക്കൻ സ്പെയിനിലൂടെയും ജിബ്രാൾട്ടറിലൂടെയും കടന്നുപോകും. തുടർന്ന് വടക്കൻ ആഫ്രിക്കയിലേക്കും നീങ്ങും. മൊറോക്കോ, അൾജീരിയ, ടുണീഷ്യ, ലിബിയ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിലൂടെയും കടന്നുപോകും. അവിടെ നിന്ന് ചെങ്കടലിലൂടെ കടന്ന് സൗദി അറേബ്യ, യമൻ, സോമാലിയയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലേക്കും പ്രവേശിക്കും. ഈജിപ്തിലെ ലക്സറിൽ 6 മിനിറ്റിലധികം പൂർണ്ണ ഇരുട്ട് അനുഭവപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ദൃശ്യ ന്യൂസ്. പാലാ രൂപത പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനമായി. സമ്മേളനം സീറോ മലബാർ സഭാതലവൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ജൂബിലി ആഘോഷങ്ങളുടെ സമാപനത്തിന് തുടക്കമിട്ട് രാവിലെ സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന നടന്നു. ചങ്ങനാശ്ശേരി അതിരൂപതാധ്യക്ഷന്മാർ തോമസ് തറയിൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു. സീറോ മലങ്കര സഭാതലവൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബസേലിയോസ് മാർ ക്ലിമീസ് കത്തോലിക്ക ബാബ സന്ദേശം നൽകി. പൊതുസമ്മേളനത്തിൽ സീറോ മലബാർ മുൻ സഭാതലവൻ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി അധ്യക്ഷത വഹിച്ചു. സമ്മേളനം സീറോ മലബാർ സഭാതലവൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്തു. പല രൂപതയെ സംബന്ധിച്ചിടത്തോളം 3 കാര്യങ്ങൾ എടുത്തു പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. വിശ്വാസത്തിൻ്റെ തനിമയുടെയും മേന്മയുടെയും ഇടമാണ്. വിശ്വാസത്തിലെ കലർപ്പില്ലാതെ സൂക്ഷിക്കാൻ, നമ്മുടെ പാരമ്പര്യങ്ങൾ അതിൻ്റെ പവിത്രതയിൽ സൂക്ഷിക്കാൻ പല രൂപത എന്നും നമുക്കൊക്കെ മുമ്പേ പറക്കുന്നൊരു പക്ഷിയാണ്. പല രൂപതയുടെ അടയാള നക്ഷത്രത്തിൽ യാത്ര ചെയ്താലേ ആർക്കും വഴിതെറ്റില്ല. പല രൂപതയുടെ രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രത്യേകത വിശുദ്ധിയുടെ വെണ്മയാണ്. ഒരിക്കലും മിനിസ്ട്രി ഇൻഡസ്ട്രി ആക്കാത്ത ഒരിടമാണ് പാലാരൂപത. മിനിസ്ട്രി ഒരിക്കലും ഇൻഡസ്ട്രി ആക്കാൻ പാലക്കാട് കഴിഞ്ഞിട്ടില്ല. നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ശുശ്രൂഷകളുടെ കാര്യത്തിൽ, ഈവൻ മെഡിസിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും ദർ ഈസ് ലോട്ട് ഓഫ് സിമിലാരിറ്റി ബിറ്റ്വീൻ മിനിസ്ട്രി ആൻഡ് ഇൻഡസ്ട്രി. ബട്ട് ഒരിക്കലും കത്തോലിക്ക സഭ ഇൻഡസ്ട്രി അല്ല നടത്തേണ്ടത്, മിനിസ്ട്രിയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷേ പലരും നമുക്കതിനെ മാതൃകയായിട്ടുണ്ട്. ഞാൻ മൂന്നാമതായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പ്രേക്ഷിതോന്മുഖതയുടെ ഒരു വലിയ ഇടമാണ് പാല. ഞാൻ ശംഷാബാദ് രൂപതയുടെ മെത്രാനായിരുന്ന സമയത്ത് ഇന്ത്യ മുഴുവനും യാത്ര ചെയ്തിട്ടുണ്ട്.
എല്ലാ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലൊക്കെ പോകേണ്ടി എനിക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ പോകുന്ന എല്ലാ സ്ഥലത്തും മലയാളി മിഷണറിമാരുണ്ടെങ്കിൽ അതിൽ പകുതിയിൽ കൂടുതലും മിനിച്ചിക്കാരാണ്, പാലക്കാരാണ്. യാക്കോബായ സഭാധ്യക്ഷൻ ബസേലിയോസ് ജോസഫ് കത്തോലിക്ക ബാബ മുഖ്യപ്രഭാഷണവും പാലാരൂപതാധ്യക്ഷന്മാർ ജോസഫ് കല്ലറങ്ങാട്ട് ആമുഖ പ്രഭാഷണവും നടത്തി. കർദിനാൾ ബസേലിയോസ് മാർ ക്ലിമീസ് കത്തോലിക്ക ബാബ, കോൺഗ്രസ് നേതാവ് ശശി തരൂരമ്പി, CBCI പ്രസിഡന്റ് തൃശൂർ അതിരൂപതാധ്യക്ഷന്മാർ ആൻഡ്രൂസ് താഴത്ത്, മന്ത്രി റോഷി അഗസ്റ്റിൻ, പാലാരൂപത മുൻ അധ്യക്ഷന്മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA, അസീറിയൻ സഭാ മെത്രാപ്പോലിത്ത മാർ ഔഗൻ കുര്യാക്കോസ്, ജോസ് കെ മാണി MP, കുര്യാക്കോസ് മാർ സെബോറിയോസ്, ഫ്രാൻസിസ് ജോർജ് MP, മലബാർ സ്വതന്ത്ര സുറിയാനി സഭ മെത്രാപ്പോലിത്ത സിറിൽ മാർ ബസേലിയോസ്, മാണി സി കാപ്പൻ MLA, കോഴിക്കോട് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ, PC ജോർജ്, ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ, തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനി, നിലക്കൽ മെത്രാപ്പോലിത്ത ജോഷോ മാർ നിക്കോദമോസ്, ദക്ഷിണേന്ത്യൻ സഭയുടെ കിഴക്കൻ കേരള രൂപതര ബിഷപ്പ് റവറന്റ് VS ഫ്രാൻസിസ്, മാർ ജോസ് പുളിക്കൽ, ബിഷപ്പ് ഡോക്ടർ ജോസ് സെബാസ്റ്റ്യൻ തെക്കിഞ്ചേരിക്കുന്നേൽ, മാർ ജോസഫ് സ്രാമ്പിക്കൽ, മാർ ജേക്കബ് അങ്ങാടിയത്ത്, മാർ ജോസഫ് കൊല്ലംപറമ്പിൽ, പാസ്റ്റർ കൗൺസിൽ ചെയർമാൻ ഡോക്ടർ KK ജോസ്, സിസ്റ്റർ മരീന ഞാറക്കാട്ടിൽ, ഷീബ ബിനോയ് പള്ളിപ്പറമ്പിൽ, പാലാരൂപത മുഖ്യവികാരി ജനറൽ മോൺസിഞ്ഞോർ ഡോക്ടർ ജോസഫ് തടത്തിൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ദൃശ്യ ന്യൂസ്, പാല. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.